കട്ടക്കലിപ്പൻ്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. എങ്ങനെയുള്ള പെൺകുട്ടിയാണെന്ന് ചോദിച്ചാ നിർത്ത് 1 മിനിറ്റ്. വർണ്ണയിടയിൽ കയറി പറഞ്ഞ ദത്തൻ അവളെ സംശയത്തോടെ നോക്കി. മുട്ടോളം മുടിയും മാൻപയുടെ കണ്ണുകളും വെളുത്തു തുടുത്ത തുളസിക്കതിർ നൈർമാല്യമുള്ള ശാലീന സുന്ദരി എന്നെങ്ങാനും പറഞ്ഞാൽ നിന്നെ താലടിച്ചാൻ പൊട്ടിക്കും. നിനക്ക് എന്ത് കുശുമ്പാടി? അവളുടെ മുഖഭാവം കണ്ട് ദത്തൻ പറഞ്ഞു. എനിക്ക് കുശുമ്പൊന്നുമില്ല. അക്കോർഡിംഗ് ടു മീ ഐ ആം മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടാലൻറ്റ്, എക്സ്ട്രാ ഓർഡിനറി ഗേൾ ഇൻ ദി വേൾഡ്. അതെ അത് നിന്റെ മുഖഭാവം കണ്ടാലും പറയും തീരെ കുശുമ്പില്ലാന്ന്. കുറേ ആയി കാണുന്നു. അതിപ്പോൾ സിനിമയായാലും സീരിയലായാലും കഥയായാലും മുട്ടോളം മുടിയും മാൻപയുടെ കണ്ണുകളും വെളുത്തു തുടുത്ത ചെമ്പകപ്പൂവിൻ്റെ മണമുള്ള തുളസിക്കതിർ നയമാനുള്ള ശാലീന സുന്ദരി. ഇവിടെ മനുഷ്യൻ സോപ്പിട്ട് എത്ര കുളിച്ചാലും ഒരു മണവും വരില്ല. എന്നിട്ട് ആ പെർഫ്യൂം പോലും യൂസ് ചെയ്യാതെ ചെമ്പകപ്പൂവിൻ്റെ മണം വരുന്നത്. അതെന്നാൽ നായിക കറുത്തിട്ടാണെങ്കിലും മുടി കുറവാണെങ്കിലും ഇപ്പം എന്താ? അതുപോലെ ഇനി വില്ലത്തിയാണെങ്കിൽ ഒരു ലോഡ് മേക്കപ്പ് ഇടുന്ന ആളായിരിക്കും. എന്തുകൊണ്ടാണ് തുളസിക്കതിർ നയമാരുമുള്ള നായികമാർ മാത്രം നായകനെ കൊണ്ടുപോകുന്നത്? നായികത്തിന് മേക്കപ്പ് ഇട്ടാൽ ലിപ്സ്റ്റിക് ഇട്ടാൽ പുളിക്കോ? ഇതൊക്കെ എന്ത് ദ്രാവിഡാണ്? നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം പൊളിച്ച് ഇതിൻ്റെ കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവൾ പറയുന്നതെല്ലാം കേട്ട് അന്തം വിട്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ദത്തൻ. നീ ഇങ്ങനെയൊക്കെ പറയാൻ ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. ഓ സോറി, ഒരു നിമിഷം ഞാനെല്ലാം മറന്നുപോയി. കുറച്ച് കാലമായി മനസ്സിൽ വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഒരവസരം കിട്ടിയപ്പോൾ പറഞ്ഞെന്ന് മാത്രം. ഇനി നീ പറഞ്ഞെത്താ, നിനക്ക് എങ്ങനെയുള്ള പെണ്ണിനെയാണ് വേണ്ടത്? നീ ഇപ്പോൾ പറഞ്ഞില്ലേ ശാലീന സുന്ദരി, എനിക്കതിൽ താല്പര്യമില്ല. പാർവതി അങ്ങനെയൊക്കെയായിരുന്നു. നല്ല കുറേ ആൺപിള്ളേർ അവളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടത് എന്നെ ചതിക്കാത്തൊരു വിളയാണ്. അതിൽ കൂടുതലൊന്നും വേണ്ട. പിന്നീട് അവരിരുവരും ഒന്നും സംസാരിച്ചില്ല. വല്ലാത്തൊരു മൗനം അവരുടെ ഇടയിൽ നിലനിന്നു. വൈകുന്നേരം വർണ്ണ അലക്കിയിട്ട ഡ്രസ്സുകളെല്ലാം എടുത്ത് റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ എവിടെയൊക്കെ പോവാൻ നിൽക്കുവാണ്. നീ എങ്ങോട്ടാ ദത്താ? അവൾ പേടിയോടെ ചോദിച്ചു. ഞാനിപ്പോൾ വരാം, കവല വരെ ഒന്ന് പോകണം. വേണ്ട ദത്ത, എവിടേക്കും പോവല്ലേ പ്ലീസ്. ഏയ് നീ ഇങ്ങനെ പേടിക്കാതെ, ഞാനൊരു വഴക്കിനും പോകില്ല. അവൻ ബുള്ളറ്റിൽ കയറിക്കൊണ്ട് പറഞ്ഞു. എപ്പോഴാ ഭാര്യ? 8 മണിയാവുമ്പോഴേക്കും എത്താം. അത് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ദത്തൻ പുറത്തേക്ക് പോയി. ദത്തൻ പോകുന്നു നോക്കി പറഞ്ഞ് കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ഹോസ്പിറ്റലായ കാരണം കുറച്ച് ദിവസമായി വീടെല്ലാം അലങ്കോലമായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി. കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും വിളക്ക് വെച്ചു. അതിനിടയിൽ വേണിയും മനുവും രാത്രിയിലേക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവർ തിരികെ പോയി. ദത്തനെ പുറത്തു പോകാൻ സമ്മതിച്ചതിന് അനുവും വേണിയും വർണ്ണയെ വഴക്ക് പറഞ്ഞിരുന്നു. നേരം ഇരുട്ടും തോറും വർണ്ണയുടെ മനസ്സിലേക്ക് പേടി കയറാൻ തുടങ്ങി. അവൾ ഫോണും കയ്യിൽ പിടിച്ച് ഉമ്മറത്ത് തന്നെ ഇരുന്നു. സമയം കറക്റ്റ് 8 മണിയായതും അവൾ ദത്തനെ വിളിച്ചു. ദത്താ, നീ എവിടാ? 8 മണിക്ക് വരാന്നല്ലേ പറഞ്ഞത്? ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പം എത്തും. ആദ്യം പറഞ്ഞ് ദത്തൻ കോള് കട്ട് ചെയ്തു. ദത്തൻ്റെ വണ്ടിയുടെ ശബ്ദം അകലിയിൽ നിന്ന് കേട്ടതും വർണ്ണ വേഗം അകത്തേക്ക് കയറിപ്പോയി. ദത്തൻ റൂമിലേക്ക് വന്ന് ഇട്ടിരുന്ന ഷർട്ട് മാറ്റി വേറെണ്ണം എടുത്തിട്ട് ബെഡിലേക്ക് കിടന്നു. ഭക്ഷണം കഴിക്കുന്നില്ല ദത്താ? അവൻ കണ്ണടച്ച് കിടക്കുന്നത് കണ്ട് വർണ്ണ ചോദിച്ചു. എനിക്ക് വേണ്ട, വിശപ്പില്ല, നീ കഴിച്ചോ. പറഞ്ഞു കഴിഞ്ഞ് ദത്തൻ ചുമരിൻ്റെ സൈഡിലേക്കായി തിരിഞ്ഞു കിടന്നു. വർണ്ണ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി എടുത്തു വെച്ച് ഭക്ഷണമെല്ലാം അടച്ചു വെച്ച് വാതിലെല്ലാം അടച്ചപ്പോൾ റൂമിലേക്ക് വന്നു. ചുമരിനോട് ചേർന്നാണ് ദത്തൻ കിടക്കുന്നത്. ദത്തനോട് എന്തെല്ലാമോ ചോദിക്കണമെന്നുണ്ടെങ്കിലും പിന്നീട് അത് വേണ്ട എന്ന് വെച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ ദത്തൻ്റെ അപ്പുറത്തായി വന്ന് കിടന്നു. കുറെ കഴിഞ്ഞ് വർണ്ണ ഉറങ്ങിയെന്ന് മനസ്സിലായതും ദത്തൻ പതിയെ അവർക്കെതിരെയായി തിരിഞ്ഞു കിടന്നു. അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടി സൈഡിലേക്ക് ഒതുക്കി വെച്ച് അവൻ വർണ്ണയെ കെട്ടിപ്പിടിച്ചു. നീ കുടിച്ചു അല്ലേ ദത്ത? അത് കേട്ടതും ദത്തൻ പെട്ടെന്ന് ഞെട്ടി അവളുടെ മേൽ വെച്ചിരുന്ന കൈ എടുത്ത് മാറ്റി. നീ ഉറങ്ങിയില്ലേ? ദത്തൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഉറങ്ങിയ ഞാനിപ്പോൾ നിന്നോട് സംസാരിക്കുമോ? വർണ്ണ ദേഷ്യത്തിൽ ചോദിച്ചു. സോറി, ഞാൻ കുറച്ച് കുടിച്ചു. അത് നീ അറിയാതിരിക്കാനാണ് ഞാൻ വേഗം വന്ന് കിടന്നത്. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ ദത്ത? നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമുണ്ട്. എന്തായാലും എന്നോട് പറയേ, അതോ ഞാൻ ആരും അല്ലാത്തതുകൊണ്ട് പറയില്ലെന്നാണോ? വർണ്ണ അത് ചോദിച്ചതും ദത്തൻ മറുപടി പറയാതെ ദയനീയമായി അവളുടെ കണ്ണിലേക്ക് നോക്കി. അവൻ്റെ കൺകോണിൽ നനവ് പടരുന്നത് വർണ്ണയും കണ്ടു. എന്തിനാ ദത്തങ്ങനെ സങ്കടപ്പെടുന്നേ? ഞാനില്ല നിന്റെ കൂടെ? വർണ്ണ അവനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ദത്തൻ്റെ മാൾ ഒരു കൈകൾ കൊണ്ടും ചുറ്റിപ്പിടിച്ചു. അമ്മയെ ഒരുപാട് മിസ് ചെയ്യാം. ഞാൻ എല്ലാ മാസവും ഒരു ദിവസം തറവാടിലെ ക്ഷേത്രത്തിൽ അമ്മയെ കാണാൻ പോകാറുണ്ട്. അമ്മയോട് സംസാരിക്കും.
ആ മടിയിൽ തലവെച്ച് കിടക്കും. പക്ഷേ നീ ഇവിടേക്ക് വന്നപ്പോൾ നിന്നെ ഇവിടെ തനിച്ചാക്കി പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്മയെ കാണാൻ പോകാറില്ല. ഞാൻ ഹോസ്പിറ്റലിലായ കാര്യം അമ്മ അറിഞ്ഞു. അവൻ രാവിലെ വിളിച്ച് കുറേ കരഞ്ഞു. അത് പറയുമ്പോൾ ദത്തൻ്റെ സ്വരം ഇടുന്നുണ്ടായിരുന്നു. എന്ന് നാളെ പോയി അമ്മയെ ഒന്ന് കണ്ടിട്ട് വാ ദത്താ. പോവണം ഒരു ദിവസം. അവൻ കണ്ണടച്ച് കിടന്നു. വർണ്ണ പതിയെ അവൻ്റെ തെറുകയിൽ തലോടി കൊടുത്തു. ദത്താ. കുറച്ച് കഴിഞ്ഞ് വർണ്ണ വിളിച്ചു. എന്തേ? നീ ഉച്ചക്ക് പറഞ്ഞ ഡോക്ടറിൻ്റെ പേരെന്തായിരുന്നു? ഫോട്ടോ പലതും ഉണ്ടോ ഒന്ന് കാണാൻ? അവൻ്റെ മനസ്സിൽ സങ്കടം മാറ്റാൻ വർണ്ണ കുറുമ്പോടെ ചോദിച്ചു. എടി കള്ളി, അപ്പം നീ ആ ഡോക്ടറെ കിട്ടിയപ്പോൾ പോലീസിനെ തേച്ചല്ലേ? അത് പിന്നെ ഒന്നാലോചിച്ചപ്പോൾ നല്ല ചുള്ളനാണെങ്കിൽ ഡോക്ടറായാലും പോലീസായാലും കുഴപ്പമില്ലെന്ന് തോന്നി. എടി കുരുട്ടെ, നീ ആള് കൊള്ളാലോ. ദേ എന്നെ കൂട്ടുകാരെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. വർണ്ണദത്തനെ നെഞ്ചിലിട്ടൊരു കുത്തു വെച്ച് കൊടുത്തു. വേദനിപ്പിക്കുന്നോടി മാക്രി. ദത്തൻ അവളുടെ കഴുത്തിന് മുഖം ചേർത്ത് താടി കൊണ്ട് കിളിയാക്കി. ഈ കിളി കൊണ്ട് പറഞ്ഞ കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. ഒപ്പം ദത്തനും. അയ്യോ അയ്യോ മതി ദത്ത, എനിക്ക് ശ്വാസം വിട്ടാൻ തുടങ്ങി ചിരിച്ച് ചിരിച്ച്. അത് കിടന്ന് ദത്തൻ മുഖം മാറ്റി ബെഡിലേക്ക് കിടന്നു. വർണ്ണ ദത്തൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നതും ദത്തൻ അവളെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്തു. നീ എന്ത് ചെറുതാടി, ഇങ്ങനെ ചുറ്റിപ്പിടിക്കാൻ പോലും ഇല്ല. നിന്നെയും കൊണ്ട് പുറത്ത് പോയാലേ ബാലവിവാഹത്തിന് എന്നെ പോലീസ് പിടിക്കുമെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. എന്നാൽ നിങ്ങൾ വേറെ കെട്ടിക്കോ. നിങ്ങൾക്ക് 32 വയസ്സായില്ലേ? അപ്പോൾ ഒരു 30 വയസ്സുള്ള പെണ്ണിനെ കെട്ടിക്കോ. അപ്പം നിനക്ക് പുറത്ത് പോകുമ്പോൾ പോലീസ് പിടിക്കുന്ന പേടിയും വേണ്ട. ആ, അത് നല്ലൊരു ഐഡിയ ആണ്. എന്തായാലും ഞാൻ ആലോചിക്കട്ടെ. അത് പറഞ്ഞ് ദത്തൻ കണ്ണുകളടച്ച് അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. ശരിക്കും ഞാൻ അത്രയ്ക്ക് ചെറുതാണ് ദത്ത? അതുകൊണ്ടാണോ നിനക്കിന് ഇഷ്ടമില്ലാത്തത്? വർണ്ണൻ നിഷ്കളങ്കമായി ചോദിച്ചതും ദത്തനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. നീ എൻ്റെ കുഞ്ഞല്ലേടി. ഈ ദത്തൻ്റെ കുഞ്ഞിപ്പെണ്ണ്, ദേവൻ്റെ മാത്രം ദേവൂട്ടി. ദത്തൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കറിയാം ദത്ത, ഈ ഹൃദയതാളം പോലെ എനിക്ക് വേണ്ടി മാത്രമാണെന്ന്. നീ അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ദത്തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നുകൊണ്ട് വർണ്ണ മനസ്സിൽ ഉരുവിട്ടു. രാവിലെ ദത്തൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ തന്നെ നെഞ്ചോരം ചേർന്ന് കിടന്നുറങ്ങുന്ന വർണ്ണയെ കണ്ട് അവനിൽ വാത്സല്യം നിറഞ്ഞു. അവൻ പതിയെ തൻ്റെ മേലിൽ നിന്നും അവളെ ബെഡിലേക്ക് കിടത്തി പുതപ്പ് കൊണ്ട് പുതച്ചു കൊടുത്തു. ശേഷം തോർത്തും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. ദത്തൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടും വർണ്ണ നല്ല ഉറക്കത്തിലാണ്. ദത്തൻ അവളുടെ പുതപ്പ് മാറ്റിയ ശേഷം അവളുടെ അരികിലിരുന്ന് താലിയൊന്ന് കുടഞ്ഞു. അവൻ്റെ മുടിയിലുള്ള വെള്ളം വർണ്ണയുടെ മുഖത്ത് വീണതും അവൾ കണ്ണ് ചിമ്പി തുറന്ന് മുന്നിൽ ചിരിയോടിരിക്കുന്ന ദത്തനെ കണ്ടതും വർണ്ണയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു. എനിക്ക് സമയം ഒരുപാടായി, കോളേജിൽ പോകണ്ടേ? കോളേജിലോ? ഇന്നിപ്പോൾ ബുധനാഴ്ചയായില്ലേ? ഇനി നാളെയും മറ്റന്നാളും കഴിഞ്ഞ് തിങ്കളാഴ്ച മുതൽ പോവാൻ ദത്താ. എടി മടിച്ചി, എണീക്കടി. എന്താ അവളുടെ ഒരു മടിയെന്ന് നോക്കിയേ. കോളേജിലും പോകില്ല, പഠിക്കാനും വയ്യ. എനിക്ക് മടിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് പഠിക്കുകയും ചെയ്യും. അവൾ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അത്യാവശ്യം പഠിക്കുന്ന ആളിൻ്റെ ക്ലാസ് ടെസ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് 2 ആഴ്ച മുമ്പ് എനിക്ക് പുഴക്കരയിൽ നിന്ന് കിട്ടിയിരുന്നു. അത് കേട്ടതും പറഞ്ഞൊന്നും ഞെട്ടി. ആരും കാണാതെ പുഴക്കരയിൽ കൊണ്ടുപോയി കളഞ്ഞ പേപ്പറായിരുന്നത്. ഞാനൊന്നും അല്ല. വർണ്ണൻ്റെ പേരിലേ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അതും കൊട്ടയിലാണല്ലോ മാർക്ക്. 50-ൽ 3.5 മാർക്ക്. നീയൊക്കെ എന്തിനടി പഠിക്കാൻ പോകുന്നത്? വെറുതെ മറ്റുള്ള പിള്ളേരെ കൂടി പറയിപ്പിക്കാൻ. പറ്റില്ലെങ്കിൽ പഠിപ്പ് നിർത്തിക്കോ. ആണോ? എന്നാലേ ഞാൻ ഇന്ന് മുതൽ പോകുന്നില്ല. എനിക്ക് ഈ കോളേജിൽ പോകാനും പഠിക്കാനും തീരെ താല്പര്യമില്ല. പിന്നെ പോയാൽ കുറച്ച് സീനിയേഴ്സിനെ വായി നോക്കാമെന്ന് കരുതി പോകുന്നു എന്ന് മാത്രം. ഇവിടെ ഇന്ന് ഞാൻ എനിക്ക് കോളേജിൽ പോകാൻ നോക്കടി. നീയല്ല പഠിപ്പ് നിർത്തിക്കൊള്ളാൻ പറഞ്ഞത്. ഇനി ഞാൻ പോകുന്നില്ല. ഡീ നിന്നെ. ദത്തൻ വെറുതെ തല്ലാനായി കൈ ഉയർത്തുന്ന പോലെ കാണിച്ചതും വർണ്ണ വേഗം എണീറ്റ് പുറത്തേക്ക് ഓടി. വർണ്ണ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ദത്തൻ എങ്ങോട്ടോ പോവാൻ റെഡിയാവുകയാണ്. തലയിലെ കെട്ടെല്ലാം അടിച്ചിട്ടുണ്ട്. ചെറിയൊരു മുറി ഉണ്ടെങ്കിലും മുടി കാരണം അത് പുറത്ത് കാണില്ല. നീ പുറത്തു പോകണം ദത്ത. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ളതെന്ന് വല്ല വിചാരമുണ്ടോ? നീ എവിടേക്കും പോകണ്ട. ഞാനും കോളേജിൽ പോകുന്നില്ല. ഏയ്, നിന്റെ കോളേജിൽ പോകാതിരിക്കുള്ള അടവ് മാറ്റി വെച്ചേക്ക്. ഞാൻ വേറെ എവിടേക്കും അല്ല, ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത്. ജിത്തുവിനൊന്ന് കാണണം. അടുത്ത ആഴ്ചയെ അവനെ ഡിസ്ചാർജ് ചെയ്യും. അതുകൊണ്ട് ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. ആണോ? എങ്കിൽ ഞാനുണ്ട്. എനിക്കും ചിത്തേട്ടനെയും കോവില ചേച്ചി ഒന്ന് കാണണം. നീ ഇപ്പം അങ്ങനെ അവരെ കാണാൻ വരണ്ട. മര്യാദക്ക് കോളേജിൽ പോകാൻ നോക്ക്. ഇവിടെ പാട്ടി. അവൾ പതിയെ പറഞ്ഞു. പാട്ടി നിന്നെ തന്ത. ദേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. അവൾ കൈ ചൂണ്ടി പറഞ്ഞ് ദത്തൻ അവളെ തറപ്പിച്ചൊന്ന് നോക്കി. അതോടെ പറഞ്ഞ നല്ല കുട്ടിയായി വേഗം കോളേജിൽ പോകാൻ റെഡിയായി തുടങ്ങി. ഞാൻ ഇറങ്ങാം.
ദത്തൻ ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. വർണ്ണ പുഞ്ചിരിയോടെ തലയാട്ടി. ദത്തൻ അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. വർണ്ണ വേഗം ബാഗിൽ ബുക്കെല്ലാം എടുത്തു വെക്കാൻ തുടങ്ങി. വർണ്ണ റൂമിലെ വാതിലിനരികിൽ നിന്ന് ദത്തൻ അവളെ വിളിച്ചതും വർണ്ണ സംശയത്തോടെ അവനെ നോക്കി. അഗ്മി? ദത്തൻ അവൾക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും വർണ്ണയ്ക്ക് ഒരു നിമിഷം അത് വിശ്വസിക്കാനായില്ല. അവൾ ഓടിച്ചെന്ന് ദത്തനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ദത്തനും അവളെ തിരികെ ചേർത്ത് പിടിച്ചിരുന്നു. നിന്നോട് ഞാൻ ഹഗ് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലാതെ എന്നെ ഇടിച്ച് വീഴ്ത്താനല്ല. ഓ, നന്നായി പോയി, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. നീ വരുന്നുണ്ടോ കൂടെ? ഞാൻ ബസ് സ്റ്റോപ്പിലാക്കി തരാം. ആ, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. എന്നാ വേഗം പോയി റെഡിയായി വാ, എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. നീ ഒന്നും കഴിക്കുന്നില്ല ദത്ത? വേണ്ട, നീ വേഗം കഴിച്ചിട്ട് വാ. അത് പറഞ്ഞ് ദത്തൻ പുറത്തേക്ക് നടന്നു. വർണ്ണ വേഗം അടുക്കളയിലേക്ക് പോയി ഒരു പ്ലേറ്റിൽ ചോറെടുത്തു. ഇന്നലെ അനവും വേണിയും കൊണ്ടുവന്ന കറികളും കൂട്ടി ഭക്ഷണം കഴിച്ചു. അവൾ വേഗം എടുത്ത് വീടും പൂട്ടി ഇറങ്ങുമ്പോൾ ദത്തൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. രാവിലെ മുതൽ അവൻ്റെ ഫോണിലേക്ക് കുറേ കോളുകൾ വരുന്നത് വർണ്ണയെ ശ്രദ്ധിച്ചിരുന്നു. വർണ്ണ വന്നതും അവൻ വേഗം കോള് കട്ട് ചെയ്ത് ഫോണ് പോക്കറ്റിലിട്ടു. ബുള്ളറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തതും പിന്നിലായി വർണ്ണയും കയറി. അവൾ ഇരു കൈകൾ കൊണ്ടും അവൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചതും ദത്തൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു. വണ്ടി വീട് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയതും വീണ്ടും ദത്തൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ വണ്ടി ഓടിക്കുന്നതിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. വണ്ടി ഓടിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കില്ല ദത്ത, വർണ്ണ പറഞ്ഞതും അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ദേഷ്യത്തിലായിരുന്നു അവൻ ഫോണിൽ സംസാരിച്ചിരുന്നത്. അത് കണ്ട് വർണ്ണക്കും പേടി തോന്നി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദത്ത? അവൾ പേടിയോടെ ചോദിച്ചു. എന്ത് പ്രശ്നം? അവൻ വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് ചോദിച്ചു. പിന്നെന്തിനാ നീ ഫോണിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? അതൊന്നുമില്ല എൻ്റെ കുഞ്ഞെ, ഒരു റോങ് നമ്പറാ. ഇനി അതേക്കുറിച്ച് ആലോചിച്ച് കുഞ്ഞുതല പുണ്ണാക്കണ്ട. അവൻ്റെ മുഖത്ത് ദേഷ്യഭാവം മറച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. വർണ്ണയും ദത്തനും ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ അവിടെ അനുവും വേണിയും ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദത്തനെ കണ്ടതും അവർ രണ്ടുപേരും റോഡിലേക്ക് ഓടിയിറങ്ങി. ദത്തേട്ടാ, ഞങ്ങളും! അത് പറഞ്ഞ് അനുവും വേണിയും കൂടെ വണ്ടിയിൽ കയറി. ദത്തേട്ട പോകാൻ റൈറ്റ്! അനു ദത്തൻ്റെ തോളിൽ തട്ടി പറഞ്ഞതും ദത്തൻ വണ്ടി മുന്നോട്ടെടുത്തു. ദത്ത, നീ എന്നെ ബസ് സ്റ്റോപ്പിലാക്കാം, എന്നിട്ട് നിനക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകണമെന്നല്ലേ പറഞ്ഞത്? വർണ്ണ പതിയെ ദത്തൻ്റെ ചെവിയിലായി ചോദിച്ചു. അത് സാരല്ല, എന്തായാലും ഇനി നിങ്ങളെ കോളേജിലാക്കി തരാം. നിങ്ങളിന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ? വർണ്ണ തലചരിച്ച് പിന്നിലിരിക്കുന്ന അനുവിനെയും വേണിയെയും നോക്കി ചോദിച്ചു. ഇനി എന്തായാലും തിങ്കളാഴ്ച മുതലേ പോകുന്നുള്ളെന്ന് വെച്ചു. ഞങ്ങൾ കരുതി ദത്തേട്ടന് വയ്യാത്ത കാരണം നീ ക്ലാസ്സിലേക്ക് വരില്ലെന്ന്. നീ അങ്ങനെയാണല്ലോ ഇന്നലെ പറഞ്ഞത്. അതെ, പക്ഷേ ഇവിടെ ചിലർക്കൊന്നും എൻ്റെ സ്നേഹം മനസ്സിലാവുന്നില്ലല്ലോ. അതിന് മടിയെന്നൊരു പേരും. വർണ്ണ ദത്തനെ നോക്കി പറഞ്ഞത് ദത്തൻ സൈഡ് മിററിലൂടെ അവളെ നോക്കി ഒന്ന് പേടിപ്പിച്ചു. ദത്തേട്ടാ, നിർത്ത്! കോളേജിന് മുന്നിലെത്തിയതും വേണി തിരക്കിട്ട് കൊണ്ട് പറഞ്ഞു. അവൻ വണ്ടി നിർത്തിയതും മനുവും വേണി ഇറങ്ങി. വർണ്ണമോളെ, നീ ഒന്നിങ്ങോട്ട് ഇറങ്ങിയേ. ഇറങ്ങ്! അനു വർണ്ണയെ നോക്കി പറഞ്ഞതും അവൾ ചെറിയൊരു സംശയത്തോടെ വണ്ടിയിൽ നിന്നിറങ്ങി. അവൾ ഇറങ്ങിയതും അനുവും വേണിയും വീണ്ടും ദത്തൻ്റെ വണ്ടിയിൽ കയറി. ഇവൾക്ക് ഈടെയായിട്ട് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട് ദത്തേട്ടാ. ഇവളുടെ വിചാരേ ദത്തനെ ഇവളുടെ മാത്രമാണെന്നാ. അത് ഞങ്ങൾ സമ്മതിച്ച് തരില്ല, അനു പറഞ്ഞു. നീ ഇവിടെ നിൽക്ക് വർണ്ണമോളെ, ഞങ്ങൾ 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരാം. ദത്തൻ്റെ വണ്ടി എടുത്തേ. വേണിയത് പറഞ്ഞതും ദത്തൻ വർണ്ണയെ നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. 2-3 തവണ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പോയി. ശേഷം വർണ്ണയുടെ മുന്നിലായി ബുള്ളറ്റ് നിർത്തി. മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ട് വർണ്ണ നിൽക്കുമെന്ന് വിചാരിച്ച് ദത്തനും മനുവും വേണിയും പ്ലിങ്ങായിപ്പോയി. വർണ്ണയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലേ ക്ലാസ്സിൽ പോയാലോ? ടൈമായി. വർണ്ണ അനുവിനോടും വേണിയോടും പറഞ്ഞതും അവർ പോകാമെന്ന് തലയാട്ടി. ദത്ത, നോക്കി പോകണേ, പതുക്കെ പോയാൽ മതി. വണ്ടി ഒഴിച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കരുത്. വർണ്ണ കരുതലോട് അവൻ്റെ കൈ പിടിച്ച് പറഞ്ഞതും ദത്തൻ സമ്മതപൂർവ്വം തലയാട്ടി. അവൻ്റെ ബുള്ളറ്റ് കൺമുന്നിൽ നിന്നും മറഞ്ഞു പോകുന്നത് വരെ അവർ 3 പേരും കോളേജ് ഗേറ്റിന് മുന്നിൽ തന്നെ നിന്നു.